ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് വിന്താലുമാണ്. അതിനായി 1/2 kg ബീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 സവാള അരിഞ്ഞത്, 4 പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, വേപ്പില എടുത്തായിരുന്നു കാണിക്കാൻ മറന്നുപോയി. പിന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കടുക് അരച്ചതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് കുക്കറിൽ വെക്കാം. കുക്കർ അടപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുക്കർ എടുത്തിരിക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ബീഫ് വിന്താലു റെഡിയാക്കാൻ വേണ്ടിയാണ്. ഞാനിവിടെ കാണിക്കുന്നത് ഈസി മെത്തേഡാണ്. അപ്പോൾ ഇത് കുക്ക് ചെയ്യുന്നത് എൻ്റെ അമ്മയാണ്. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി, വേപ്പില എന്നിവ ഇട്ട് കൊടുക്കാം. പിന്നെ അമ്മമാരാകുമ്പോൾ അറിയാലോ, പാത്രം തൂത്ത് പഠിച്ചൊക്കെ ഇട്ടുള്ളൂ. ഒരു സവാള ഒരല്ലി പോലും ബാക്കി വെക്കാതെ എല്ലാം തൂത്ത് പഠിച്ചിടുകയാണ്. അപ്പം അത് ഇട്ടതിന് ശേഷം നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. വരണ്ട് വരണം. നന്നായിട്ട് സവാള വരണ്ട് വരണത് വരെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. സവാള ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ മിക്സാക്കി വെച്ചിരിക്കുന്ന ഈ പൊടികൾ ഇട്ട് കൊടുക്കാം. ഈ പൊടികൾ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാത്തത് എണ്ണ കൂടുതൽ ആവശ്യം വരും. അപ്പം എണ്ണ അധികം ചിലവാക്കാതെയാണ് നമ്മൾ ഈ ബീഫ് എന്തായാലും ഇടുന്നത്. എന്തായാലും ബീഫിൽ നെയ്യൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അധികം എണ്ണ ഇടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പൊടികൾ ഇങ്ങനെ മിക്സ് ചെയ്ത് അരപ്പ് അതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ സവാള നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക്. ഇട്ട ശേഷം നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം ഇവിടെ ചേർക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. പുറകെ സൗണ്ട് കേൾക്കുന്നത് ഡോറി വന്ന് എൻ്റെ മകൻ കൊട്ടുന്നതാണ് കേട്ടോ. ഞാനിവിടെ റൂമിൽ ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓഡിയോ. അപ്പോൾ അവിടെ നിന്ന് പുറത്തുനിന്ന് ഷാരു എന്ന് വിളിക്കുന്നതാണ് കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തത് മസാലപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കുക. ഇപ്പോൾ ഇളക്കി കൂട്ടിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. ബീഫെല്ലാം ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫാക്കിയത് നമ്മൾ ഈ ബീഫ് ചേർക്കുന്ന നേരം കൊണ്ട് ആ മസാല കരിയാതിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ കുറച്ച് വെച്ചാൽ മസാല കരിയാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഓഫാക്കിയത്. നമുക്കിനി പതിയെ ഇതൊന്ന് എല്ലാത്തും യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ആവശ്യത്തിന് ഉപ്പ്, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇവിടെ ഈ ഒരു കുഞ്ഞു സ്പൂണിൽ 2.5 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ബീഫിലൊക്കെ കയറി പിടിക്കണം, ബീഫിനൊക്കെ ഉപ്പ് പിടിക്കണം. അതിന് വേണ്ടിയാണ് അത്രയും ചേർക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് കുറവാണ് ആവശ്യമെങ്കിൽ കുറവ് ചേർക്കുക. ഉപ്പ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർക്കുക. അപ്പോൾ ഉപ്പ് ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം വിന്താലുക്ക് വിനീഗർ ഒഴിച്ചിട്ടില്ല. അപ്പോൾ വിനീഗർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വിനീഗർ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അത് ഒഴിച്ച് നമുക്ക് കുറച്ച് നേരം വെക്കാം. അങ്ങനെ വെക്കണമെന്നില്ല. മല്ലിയില കഴുകാൻ പോയ സമയത്താണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്.
അപ്പം മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം, അല്ലാത്തവർക്ക് വേണ്ട. ഇവിടെ അതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ചേർക്കുന്നത്. മല്ലിയില ഓപ്ഷനിലാണ് കേട്ടോ. ഇനി ഈ മല്ലിയില കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓണാക്കാം. ഗ്യാസ് ഓണാക്കിയ ശേഷം കുക്കർ മൂടി വേഗം വെക്കാം. കുക്കർ മൂടിയതിന് ശേഷം ഒരു 3 വിസിൽ വരെ നമുക്കിത് വേവിക്കാൻ വെക്കാം. 3 വിസിൽ മതി. നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ കുക്കറിൻ്റെ വിസിലിൻ്റെ ഇറച്ചിയുടെ വേവിൻ്റെ അളവ് അത്ര തന്നെ വേവിക്കാം. ഇവിടെ ഒരു 3 വിസിൽ മതി. ആ 3 വിസിലിന് ശേഷം നമ്മൾക്ക് കുക്കർ തുറന്ന് നോക്കാം. നമ്മുടെ ബീഫ് എന്തായാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. സംഭവം പെട്ടെന്ന് തന്നെ റെഡിയായി. നമ്മുടെ കുക്കറിൽ ബീഫ് വിന്താലു റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബീഫ് വിന്താലു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ടാറ്റ, ബൈ ബൈ.